എന്താണ് അവിടെ സങ്കട്ടൻ? പോലീസിന്റെ പങ്ക് എന്തായിരുന്നു എന്ന് ഷാനിക്ക് വ്യക്തമായിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ടില്ല. താങ്കൾക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയൂ, വസ്തുതാപരമായി പറയൂ. ചെറിയൊരു ക്ലൂ തന്നാ ഞാൻ ഇപ്പൊ പറയാം. പോലീസിന്റെ പങ്ക് എന്തായിരുന്നു ഇതുവരെ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിൽ? പോലീസിന്റെ പങ്ക് എന്തായിരുന്നു എന്നാണ് വസ്തുതാപരമായി താങ്കൾക്ക് ബോധ്യമായത്? കേരളത്തിലെ ജനങ്ങളുടെ കമന്റ് ഒക്കെ താങ്കൾക്ക് നോക്കിയാൽ കാണാം. ശ്രീ ചിന്താ ജെറോം, എനിക്ക് വായിക്കാറില്ലല്ലോ. ഇന്ന് അഭിനന്ദിച്ചു കഴിഞ്ഞല്ലോ പോലീസിനെ. എന്തിന്റെ പേരിലായിരുന്നു ആ അഭിനന്ദനം? അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ, എന്തിന്റെ പേരിലാണ്? എനിക്കൊന്നും അറിയില്ല. പോലീസിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലും കുറ്റകരമാണ് എന്നാണല്ലോ പറയുന്നത്. പറയാത്ത കാര്യങ്ങൾ എന്റെ വായിലേക്ക് ഷാനി തിരികെ കേട്ടണ്ട. പക്ഷെ ഷാനിയുടെ ചോദ്യം തന്നെ അങ്ങേയറ്റം രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ഈ ചോദ്യത്തിൽ ഈ വിഷയത്തിലൊക്കെ താങ്കൾ എന്നോട് മറുചോദ്യം ചോദിച്ചപ്പോഴാണ് ശ്രീ ചിന്താ ജെറോമിനോട് താങ്കൾ എന്നോട് ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളൂ. മറുചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ താങ്കൾക്ക് മറുപടി നൽകിയത്. താങ്കൾ ആദ്യം സംസാരിച്ചപ്പോഴൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. ഇതിൽ ഈ ചോദ്യത്തിൽ കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകുന്ന ഈ ചോദ്യങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പക്ഷപാതിത്വമാണ് താങ്കൾ ആരോപിക്കുന്നത്? ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ഒരു സോഷ്യൽ ഇഷ്യൂവിനെ എങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റാമെന്നുള്ളതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിളായി ഈ വിഷയത്തെ വഴിതിരിച്ചുവിടാൻ മലയാള മനോരമയും ഷാനിയും നടത്തിയ ഈ ചോദ്യം കൃത്യമായി അടയാളപ്പെടുകയാണ്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. കാണുന്നവർ തീരുമാനിക്കട്ടെ. ഈ ചോദ്യം രാഷ്ട്രീയ പക്ഷപാതിത്വമാണോ എന്നത് കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. താങ്കളാണ് എന്നോട് ചോദിച്ചത് അല്ലേ? ഷാനിക്ക് ബോധ്യമായിട്ടില്ലേ പോലീസിന്റെ ഇടപെടൽ? എനിക്ക് ബോധ്യമായിട്ടില്ല ശ്രീ ചിന്താ ജെറോം. നിഷ്കളങ്കമാണോ, ഇത്ര നിഷ്കളങ്കയാണോ ഞാനെന്ന് താങ്കൾ ചോദിച്ചപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ കാത്തിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത്. ഇപ്പോഴും നമുക്ക് വ്യക്തത ഇല്ലാത്ത കാര്യമാണ്. അത് അവകാശവാദമാക്കാൻ നിങ്ങൾക്ക് ഒരു കാലതാമസവും ഇല്ലല്ലോ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അവകാശവാദങ്ങൾക്ക് വേണ്ടി നമുക്കറിയില്ലല്ലോ. സ്നേഹം കൊണ്ട് ആ കുഞ്ഞിനെ ഒരു ദിവസത്തേക്ക് ചിന്തയ്ക്കൊന്നും പ്രസക്തി ഇല്ല ശ്രീ ചിന്ത. ചിന്തയ്ക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചിന്ത എന്താണ്, തോന്നൽ എന്താണ് എന്നത് പ്രസക്തമല്ല ഇവിടെ. ചോദ്യം അവസാനിച്ചെങ്കിൽ എനിക്ക് ഉത്തരം പറയാം. എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ മറുപടി പറയുന്നത്. ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. എന്താണ് ഈ കേസിൽ പോലീസിന്റെ പങ്ക് എന്ന ചോദ്യമല്ലേ താങ്കൾ ചോദിച്ചത്? താങ്കൾ ചോദിച്ച ചോദ്യം എന്ത് പരിഹാസകരമാണ്. എല്ലാവരും മനസ്സിലാക്കുന്നതല്ലേ പോലീസിനകത്ത് വഹിച്ച പങ്ക്. ചിന്താ ജെറോമിന് ഉറപ്പുണ്ടോ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചതെന്ന്? താങ്കൾക്ക് ഉറപ്പുണ്ടോ? താങ്കൾക്ക് ഫാക്ച്വലായ വിവരങ്ങളുണ്ടോ? എന്നോട് സംസാരിക്കില്ലേ? അതിനെല്ലാ പരിശ്രമവും പോലീസ് നടത്തുമല്ലേ? ആ സമയത്താണോ ഇങ്ങനെ മാധ്യമ വിചാരണ നടത്തേണ്ടത്? ഇവിടെ പോലീസ് എന്ത് ചെയ്യുന്നു എന്നൊക്കെയാ ചോദിക്കുന്നത്. എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും താങ്കളോട് വ്യക്തമായി പറയുന്നു. താങ്കൾക്ക് അറിയാമെങ്കിൽ താങ്കൾ പറയൂ ദയവായി. ബുദ്ധിമുട്ടിക്കണ്ട. ഈ കേസിനകത്ത് പോലീസിന്റെ റോൾ എന്താണ് എന്ന് ചോദിക്കുന്ന ആ ചോദ്യം താങ്കൾക്ക് വല്ലാതെ വേദനിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ആ ചോദ്യം ഇങ്ങോട്ട് ഉന്നയിച്ച താങ്കളാണ്. എന്നോട് താങ്കൾ ചോദിച്ച ചോദ്യമാണത്. ഷാനിക്ക് ബോധ്യമില്ല എന്ന്. എനിക്ക് ബോധ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്.